അല്ലാണ് ഉമ്മ, ഞാൻ പറയുന്നത് കേൾക്കൂ. അത് ഇളയാപ്പ ഇല്ലായിരുന്നു, മന്ത്രവാദി വേഷം മാറി വന്നാണ്. മന്ത്രവാദിയോ? അതെ, അയാൾ ഇന്ന് കൊല്ലം കൊണ്ടുപോയതാണ്. ആ മന്ത്രവാദി എന്നെ ഒരു വലിയ ഗുഹയ്ക്കകത്ത് പിടിച്ച് തള്ളി. അവിടെ ജിന്നും ചെകുത്താനും പിശാചും പ്രേതവും ഒക്കെ ഉണ്ടായിരുന്നു. ഞാനായതുകൊണ്ട് രക്ഷപ്പെട്ടു. എന്റെ മോനെ നിന്നെ പടച്ചവൻ രക്ഷിച്ചു. ഈ വിളക്കെടുക്കാന്നാണ് അയാൾ ഈ സൂത്രമൊക്കെ കാണിച്ച് എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോയത്. ഇത് ഏതോ അത്ഭുത ശക്തിയുള്ള വിളക്കാണെന്നാ തോന്നുന്നത്. ഈ വിളക്ക് അയാൾക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോ അയാൾക്ക് ദേഷ്യം വന്നു. എന്നെ ആ ഗുഹയ്ക്കകത്ത് പിടിച്ച് അടച്ചു. പിന്നെ ഒരു ഭൂതമാണ് എന്നെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി ഇവിടെ കൊണ്ടുവന്നാക്കിയത്. എന്റെ മോനെ, നമുക്ക് ഈ ഭൂതവും പ്രേതവും ഒന്നും വേണ്ട. മോൻ ഈ വിളക്ക് എവിടെയെങ്കിലും കൊണ്ടുവന്ന് കള. എന്റെ മോന് വിശക്കുന്നുണ്ടാവും. ഉമ്മ എന്തെങ്കിലും ഉണ്ടാക്കി തരട്ടെ? ഏഴാം കടലിനടിയിലാണ് എന്റെ താമസം. എന്തിനൂടെ വന്നു? ആലംബന. ഈ വിളക്കാരുടെ കയ്യിലാണോ അവന്റെ അടിമയാണ് ഞാൻ. എന്ത് കാര്യവും സാധിച്ചു കൊടുക്കും. ഈ മോതിരത്തിൽ ഒരു ഭൂതം ഉണ്ടല്ലോ, അവൻ ചെറിയ കുട്ടി. അവനെപ്പോലെ ആയിരക്കണക്കിന് ഭൂതങ്ങളുടെ രാജാവാണ് ഞാൻ. ഈ വിളക്ക് തേച്ചാൽ ഞാൻ പ്രത്യക്ഷപ്പെടും. പോകാൻ പറഞ്ഞാൽ പോകും. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ഞാൻ സാധിച്ചു തരും. എന്താണ് വേണ്ടത്? എനിക്ക് റൊട്ടിയും കോഴിയും വേണം. ഞാൻ ഈ കോഴിയല്ല ചോദിച്ചത്, എനിക്ക് പൊരിച്ച കോഴി വേണം. കൊള്ളാം, നന്നായിട്ട്. ഇനി അമീർ പോയിക്കോളൂ, ആവശ്യമുള്ളപ്പോ വിളിക്കാം. അയ്യോ, ഇതെന്താ മോനെ? ഇത് എവിടുന്ന് കിട്ടി? റൊട്ടിയും പൊരിച്ച കോഴിയുമാണ്, എന്റെ കൂട്ടുകാരൻ കൊണ്ടു തന്നു. കൂട്ടുകാരനോ? ഏത് കൂട്ടുകാരൻ? എനിക്ക് അങ്ങനെയൊക്കെ വലിയ വലിയ കൂട്ടുകാരൊക്കെ ഉണ്ട്. ഉമ്മ തിന്നോ. ഇമ്രാൻ, എന്റെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു. ആ വിളക്കിലേക്ക് സ്വന്തമാക്കണം. അതിന് നീ എന്നെ സഹായിക്കണം, എന്നെ അനുഗ്രഹിക്കണം. ബഷീർ, അടുത്ത സൂര്യോദയം മുതൽ ഞാൻ വീണ്ടും ധ്യാനം ആരംഭിക്കാൻ പോകുകയാണ്. അതിനുവേണ്ട എല്ലാ ഒരുക്കങ്ങളും നീ ഉടനെ ചെയ്യുക. മഹാനും ഉദാരനും പ്രജാവത്സലനുമായ ബാഗ്ദാദ് രാജാവ് അരുൺ ഇബ്ന അബ്ദുൾ റസാഖിനെ ഷാം രാജാവ് ജലാലുദ്ദീൻ ഔർ റഷീദ് വിനയപൂർവ്വം തെരിയപ്പെടുത്തുന്ന ദൗത്യം എന്തെന്നാൽ എന്റെ സീമന്തപുത്രി സുഹർബാൻ രാജകുമാരിയും അവരുടെ ഭർത്താവ് ഫസൽ ജമാൽ രാജകുമാരനും പരിവാരസമേതം അജ്മീറിലേക്ക് എഴുന്നള്ളുകയാണ്. വഴിമധ്യേ അങ്ങയുടെ ആജ്ഞ കാത്തുകിടക്കുന്ന പവിത്ര ഭൂമിയായ ബാഗ്ദാദിൽ വിശ്രമിക്കുന്നതിന് അവരാഗ്രഹിക്കുന്നു. അവർക്ക് വേണ്ട എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കണമെന്ന് വിനീതമായി നാം ആഗ്രഹിക്കുന്നു. അങ്ങയുടെ വിശ്വസ്തൻ ജലാലുദ്ദീൻ അൽ റഷീദ്. അവരെ രാജോചിതമായ രീതിയിൽ സ്വീകരിച്ച് വേണ്ടത്ര സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. കൽപ്പന പോലെ ഷഹൻഷാ. നമ്മൾ എപ്പോഴാണ് അജ്മീറിലേക്ക് പുറപ്പെടുക? നാളെ രാവിലെ രാജാവിനെ കാണണം. ഒരു ഔപചാരിക സന്ദർശനം.
അടുത്ത ദിവസം നമുക്ക് അഗ്നിയിലേക്ക് പുറപ്പെടാം. വരൂ. കൊട്ടാരം നർത്തകികൾ നമുക്ക് വേണ്ടി ഇവിടെ നൃത്തം ചെയ്യുന്നുണ്ട്. രാജാവ് അയച്ചതാണ്. നിന്റെ പേരെന്താണ്? അലാവുദ്ദീൻ ഷാൻഷാ. നാളത്തെ സഭയിൽ നീ ഹാജരുണ്ടാവും. ആരവിടെ? അലാവുദ്ദീനെ അകമ്പടിയോടുകൂടി വീട്ടിലെത്തി. ഷാൻഷാ. കുമാരി രോഷ്നിയെ നാം കാണണമെന്ന് പറയും. ബാപ്പാ. വരൂ മകളെ. നോക്കൂ, ശ്യാം ദേശത്തിലെ രാജകുമാരി സുഹർബാന്റെ ഭർത്താവ് ഫസുൽ ജമാൽ രാജകുമാരൻ. അങ്ങോട്ട് ചെല്ലും. സുഹർബാൻ നിന്നെയും കാത്തു നിൽപ്പുണ്ട്. അവരെ സ്വീകരിച്ച് വിശ്രമത്തിന് വേണ്ട ഏർപ്പാടുകൾ ചെയ്തു കൊടുക്കും. നിങ്ങൾ ഈ രാജ്യത്തെ സേനാനായകനാണ്. ഈ രാജ്യത്ത് നടക്കുന്ന കൊള്ളയെയും അക്രമങ്ങളെയും കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു? ഷാൻഷാ, ഞാൻ അന്വേഷിക്കാം. അന്വേഷിക്കാമെന്ന് പറയുന്ന സേനാനായകനെയല്ല, കൊള്ളക്കാരുടെയും കൊലപാതകളുടെയും ശിരസ് വെട്ടി നാൽക്കവലകൾ പ്രദർശിപ്പിക്കാൻ സാമർഥ്യമുള്ള സേനാനായകനെയാണ് ഈ രാജ്യത്തിന് ഇന്ന് ആവശ്യം. മുഹമ്മദ് ഹുസൈൻ, അങ്ങനെ ചോരത്തുറപ്പുള്ള യുവാവ് ബാഗ്ദാദിൽ ഇനിയും ജനിച്ചിട്ടില്ലെന്നുണ്ടോ? ഉണ്ട്, ഞാനുണ്ട്. അതെ ഷാൻഷാ. ഷാഹിൻഷാ, പല യുദ്ധരംഗങ്ങളിലും ഈ സിംഹാസനത്തിന് വേണ്ടി ധീരമായി പൊരുതിയവനാണ് എന്റെ മകൻ കമറുദ്ദീൻ. ഷാൻഷാ, ഇന്നു മുതൽ ബാഗ്ദാദിലെ സേനാനായകന്റെ വാൾ നിങ്ങൾ ഉപേക്ഷിക്കുക. പകരം ബാഗ്ദാദിലെ ഖജനാവിന്റെ താക്കോൽ നാം നിങ്ങളെ ഏൽപ്പിക്കുന്നു. ഷഹൻഷാ, കൽപ്പന പോലെ. കമറുദ്ദീൻ, നമ്മുടെ പ്രധാനമന്ത്രി മുഹമ്മദ് ഹുസൈന്റെ പുത്രൻ കമറുദ്ദീനെ നാം ഇന്നു മുതൽ ബാഗ്ദാദിലെ സേനാനായകനായി നിയമിച്ചിരിക്കുന്നു. ഈ മണ്ണിൽ വരുന്ന അക്രമത്തിനും അനീതിക്കുമെതിരായി ഈ വാൾ ചലിക്കട്ടെ. കൽപ്പന പോലെ. നമ്മുടെ അതിഥികളായി വന്ന ശ്യാംദേശ രാജകുമാരിയെയും അവരുടെ ഭർത്താവിനെയും കൊള്ളക്കാരിൽ നിന്നും രക്ഷിച്ച് നമ്മുടെ നാടിന്റെ അഭിമാനം കാത്തു സൂക്ഷിച്ച അലാവുദ്ദീന് ഒരു പാരിതോഷികം കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണ്. അലാവുദ്ദീൻ, അലാവുദ്ദീൻ, നിന്റെ ധീരത ഈ നാട്ടിൽ എല്ലാവർക്കും വഴികാട്ടിയായിരിക്കട്ടെ. നാം നിനക്കിത് സമ്മാനമായി നൽകുന്നു. ആലംബന
അമീർ, ഉമ്മയ്ക്ക് എന്ത് പറ്റി? ആലംബന വിളക്ക് തേച്ചു ഞാൻ വന്നു. എന്നെ കണ്ട് ഉമ്മ വീണു. പാവം. നിനക്ക് ബുദ്ധിയുണ്ടോ? ഉമ്മയുടെ മുമ്പിലാണോ പ്രത്യക്ഷപ്പെടുന്നത്? അയ്യോ, വെള്ളം എവിടെ? നീ മാറ്. ഉമ്മ, ഉമ്മ, ഉമ്മ. മോനെ, ഉമ്മ പേടിക്കണ്ട, ഇത് അമീർ എന്ന ഭൂതമാണ്. നമ്മളെ ഒന്നും ചെയ്യില്ല, നമ്മുടെ ഭൂതമാണ്. നിനക്ക് ഈ ഭൂതവും പ്രേതവും ഒക്കെ ആയിട്ടുള്ളോടാ കൂട്ടുകെട്ട്. ഈ വിളക്കാര് തേച്ചാലും ഞാൻ പ്രത്യക്ഷപ്പെടും. എന്തും സാധിച്ചു കൊടുക്കും. ഉമ്മയ്ക്ക് വേണ്ടത് ചോദിക്കും. എനിക്കൊന്നും വേണ്ട മോനെ. എന്തെങ്കിലും ചോദിക്കും ഉമ്മ, അമീർ കൊണ്ടുവരും. നമുക്ക് കുറച്ച് നല്ല ഉടുപ്പൊക്കെ വേണ്ടേ മോനെ? ഞങ്ങൾക്ക് ഉടുക്കാൻ നല്ല തുണി വേണം. ആവശ്യമുള്ളതെടുത്ത് ധരിച്ചോളൂ. അമീർ, എന്റെ ഈ വീട് മാറ്റിയിട്ട് എനിക്കൊരു നല്ല വീട് വേണം. എടാ മോനെ, കൊള്ളവല്ലോടാ നിന്റെ ഭൂതം. ഇപ്പൊ മനസ്സിലായോ ഞാൻ ആരാണെന്ന്? ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണെന്ന് എന്നെ ചീത്ത വിളിച്ചില്ലേ? ഇനിയിപ്പൊ എന്താ വേണ്ടത്? ഇനി നീ ഇങ്ങനെ നടന്നാ പറ്റില്ല. എന്തെങ്കിലും ഒരു കച്ചവടം തുടങ്ങണം. അത്രയല്ലേ ഉള്ളൂ. അമീർ, ആലംബന. എടാ മോനെ, എല്ലാ കാര്യവും നീ ഒറ്റ നിമിഷം കൊണ്ട് അമീറിനോട് പറഞ്ഞ് സാധിച്ചാലേ നാട്ടുകാർക്കൊക്കെ നമ്മളോട് സംശയം തോന്നും. അത് നമുക്ക് ആപത്താ. പിന്നെങ്ങനെ? ഒരു കാര്യം ചെയ്യാം. അന്ന് സാം രാജകുമാരിയെ രക്ഷിച്ചതിന് രാജാവ് നിനക്ക് സമ്മാനിച്ച തുക ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് വെച്ച് തുടങ്ങിയതാണെന്ന് പറയാം. ഈ വീടും അങ്ങനെ തീർത്തതാണെന്ന് പറഞ്ഞാൽ മതി. പിന്നെ ഭൂതത്തിന്റെ സഹായം കൊണ്ട് നമുക്കെല്ലാം അങ്ങ് വലുതാക്കാം. അപ്പോഴാൾക്കാർ വിശ്വസിക്കും. ശരി ഉമ്മ. മോനെ, അമീറിനെ പറ്റി നീ അതും പറഞ്ഞ് നടക്കരുതേ. അല്ല, ഉമ്മയുടെ പേടിയൊക്കെ മാറിയോ? രക്ഷിക്കുന്നവനോട് പേടിയല്ല മോനെ, ബഹുമാനമാണ് തോന്നുക. നമ്മുടെ കഷ്ടപ്പാട് കണ്ട് പടച്ചോ നമുക്ക് തന്നതാ അമീർ. ഉമ്മ, ഞാൻ പോയി ജമീലയും അബൂബക്കറേയും വിളിച്ചോണ്ട് വരട്ടെ. അവരും ഈ വീടൊന്ന് കാണട്ടെ. അമീർ, നീ പൊക്കേളൂ. ആലംബന.